കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനെതിരെ വിമർശനം തുടർന്ന് കോടതി മാപ്പപേക്ഷ സ്വീകരിക്കണമോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞു. 17 വർഷം സർവീസുള്ള ഉദ്യോഗസ്ഥനാണ് കോടതിയെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയത്. പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടത് ആരാണെന്ന കാര്യത്തിൽ സർക്കാരിന് തന്നെ സംശയമാണോ എന്നും കോടതി ചോദിച്ചു. പ്രോസിക്യൂഷൻ അനുമതി ഇന്ന് തന്നെ രേഖാമൂലം CBIക്ക് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. MK ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഷുക്കൂർ, എന്താണ് കോടതിയുടെ ഒരു മൂടെന്താണ്? നിഷാദ് റാവുത്തർ, ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവിൽ കോടതിയെ മോശമായി പരാമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കേരള ഹൈക്കോടതി ഒരു കോടതിയലക്ഷ്യ കേസ് കെ ബിജു IAS-നെതിരെ എടുത്തത്. അദ്ദേഹമാണ് കശുവണ്ടി വകുപ്പിന്റെ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഉത്തരവ് ദുരുദ്ദേശപരമായിരുന്നെന്നും കോടതിയുടെ ഡിഗ്നിറ്റി ഇടിച്ചു താഴ്ത്തുന്നതാണെന്നും കോടതി വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഒരു മാപ്പപേക്ഷ നൽകി, അത് കോടതി സ്വീകരിച്ചില്ല. വീണ്ടും ഒരു മാപ്പപേക്ഷ കൂടി നൽകി. ആ മാപ്പപേക്ഷയാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് പരിഗണിച്ചത്. ശക്തമായ വിമർശനങ്ങളാണ് ഇന്നും കോടതി ഉന്നയിച്ചത്. 17 വർഷം സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോടതിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എങ്ങനെ പൊറുക്കാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. ഒപ്പം തന്നെ ഇക്കാര്യം കോടതി ലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ തന്നെ പറഞ്ഞ കാര്യവും കോടതി ഓർമ്മിപ്പിച്ചു. ഒപ്പം തന്നെ ഈ കേസ് ഇത്തരത്തിൽ ഗൗരവത്തിൽ തന്നെ കാണാനാണ് കോടതി ആഗ്രഹിക്കുന്നത്. വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് ഉത്തരവ് പറയാനായി താൻ മാറ്റുകയാണ്. കോടതിയുടെ തന്നെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇതിനകത്ത് ഈ മാപ്പപേക്ഷ പരിഗണിക്കണോ അതല്ല മാപ്പ് തീർപ്പാക്കണോ തുടങ്ങിയ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും കോടതി പറഞ്ഞു. വെള്ളിയാഴ്ച സംബന്ധിച്ച വിധി പറയാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യം കോടതി ഓപ്പൺ കോർട്ടിൽ തന്നെ പറയുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CBIയുടെ അഭിഭാഷകൻ ഈ കേസ് ഇന്ന് കോടതിയിൽ ഹാജരായി. അദ്ദേഹം CBIയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഉത്തരവ് പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് ഇന്ന് തന്നെ CBIക്ക് കൈമാറാനും ഈ സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു.